നമ്മളിപ്പോൾ ഇന്നെല്ലാവരും മുറയുടെ സക്സസ് മീറ്റിന് വന്നു ചേർന്നിരിക്കുകയാണ്. അതിനായി നല്ല സന്തോഷമുണ്ട്. പടം ഇറങ്ങിയിട്ട് നല്ല ജെനുവിൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാവരും പടം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത്. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ഓൾ ദ റെസ്പോൺസസ്. സോ അതിനായി ബിഗ് താങ്ക്സ് ഫ്രം മീ ആൻഡ് ദ ടീം ആൻഡ് വി ആർ വെരി വെരി ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ 8-ാം തീയതി പടം റിലീസ് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും കമൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ്. അത് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി മുറ ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. മുറയുടെ നറേഷൻ ആദ്യമായിട്ട് മുസ്തഫ എന്നോട് പറഞ്ഞ അന്ന് മുതൽ ഈ ഒരു സക്സസ് മീറ്റിൻ്റെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അത്രയും വിശ്വാസം ആ സ്ക്രിപ്റ്റിനുണ്ടായിരുന്നു. അതിലേറെ വിശ്വാസം എനിക്ക് മുസ്തഫയിലുണ്ടായിരുന്നു. മുസ്തഫ എന്ന സംവിധായകൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരസ്യചിത്രത്തിലാണ് ആദ്യം മുസ്തഫയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതൽ എനിക്ക് മുസ്തഫ ആരാളും എവിടെ എത്തും, ഇതൊരു ജേർണിയുടെ തുടക്കം മാത്രമാണ്. രണ്ടാമത്തെ സിനിമയായുള്ളൂ. ഒരു വണ്ടേഴ്സ് തരാൻ പറ്റുന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സിനിമ ഇറങ്ങുന്നതിന് തലേന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും റിവ്യൂസ് വരിക, മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ പറയും, BGM-നെ കുറിച്ച് പറയും എന്നൊക്കെ. സിനിമ കാണാതെയാണ് ഞാൻ എഴുതിയത്. ഞാൻ മധുരയിലെ ഷൂട്ടിംഗ് ആയിരുന്നു. പക്ഷെ അതേ റിവ്യൂസാണ് എല്ലാവരും പിന്നീട് പറഞ്ഞു തുടങ്ങിയത്. അത്രയും ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. പിന്നെ എൻ്റെ കഥാപാത്രം എൻ്റെ കരിയർ ബെസ്റ്റാണ്. രമാദേവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കിട്ടിയതിന് എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ തലയിലൊക്കെ തപ്പി നോക്കിയത് എവിടെയാണ് എഴുതിയിരുന്നത്. അത്രയ്ക്ക് ഒരു എൻ്റെ പ്രായത്തിലൊക്കെ ഒരാൾക്ക് ഇങ്ങനൊരു കഥാപാത്രം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്ഡ് മൊമെൻറ്റ്. അത് ആൾക്കാർ സ്വീകരിച്ചു. എന്നെ കൊല്ലണം, ഇടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ AD ലോപ്പസിൻ്റെ അമ്മയൊക്കെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഹൃദയമായിട്ടപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഇടി വരണം, കൊല്ലണം, ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിക്കാനൊക്കെ തോന്നി എന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനെക്കാട്ടി ഞങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ മറ്റേതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സിനിമ കണ്ടാലും ഞങ്ങളുടെയൊക്കെ പേര് ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷേ ഈ കുട്ടികളുടെ പ്രകടനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവർ ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചാൽ ഒരു റോപ്പോ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാതൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നാലല്ല, എൻ്റെ മകനെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. മകനായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയുടെ ക്യാരക്ടറുള്ള അക്ഷയ് രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. തിയേറ്റർ ആക്ടറാണ്. ഫസ്റ്റ് ഫിലിമാണ്. അങ്ങനെ നോക്കുമ്പോൾ 7 പുതുമുഖങ്ങൾ, ഇവരുടെ പ്രകടനം തിയേറ്ററിൽ കാണാതെ പോകരുതെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അത് ഇനിയും അതൊരു സ്വപ്നമായിട്ട് തന്നെയാണ്. ഇനിയും കാണാനുള്ളവർ മുഴുവൻ തിയേറ്ററിൽ കണ്ടിട്ട് തന്നെ ഈ സിനിമ പോകാൻ പാടുള്ളൂ. കാരണം അപ്പോഴും ഇവരൊക്കെ ആരാണെന്ന് അറിയുള്ളൂ. അന്വേഷിച്ച് പിടിച്ച് ഇവരുടെയൊക്കെ മുഖം നിങ്ങൾ ഓർത്ത് വയ്ക്കും. അതാണ് ആ മെറിറ്റ്. അപ്പോൾ ഈ ആക്ടേഴ്സായിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് അല്ലാതെ ചെറുപ്പക്കാരായി വന്ന കുട്ടികളെല്ലാവരും തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അപേക്ഷ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്റേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തൊരു ഫിലിം തിയേറ്റേഴ്സിൽ ഇത്രയും റിസപ്ഷൻ നേടുന്നത്, ഇത്രയും അപ്രിസിയേഷനും സ്നേഹവും, ആൾക്കാരൊക്കെ ഇമോഷണലായാണ് ടെക്സ്റ്റും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ മെസ്സേജസ്, ആൾക്കാരുടെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കാണുമ്പോൾ ഞാൻ തിയേറ്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര വെരി വെരി ഹാപ്പി. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സക്സസ് മീറ്റിൽ വന്നിരിക്കെ. ഒരു പുതുമുഖ നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മുറയിലൂടെ എനിക്ക് കിട്ടിയത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാടധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ ഒരു സിനിമയിൽ ഇങ്ങനെയൊന്നും കിട്ടുമെന്നും. ഞാൻ
ഇക്കടുത്താണ് നന്ദി പറയണേ. ഇതിൽ സെലക്ട് ആവുമെന്ന് വിചാരിച്ചില്ല. സന്തോഷം, അത് മാത്രം. ஹலோ, நான் கிறிஸ் ஹாசன். மலையாளத்தில் பேச முடியல, ஏன்னா கற்றுட்டு இருக்கேன் கொஞ்சம் கொஞ்சமாக. தமிழே பேசலாம்ல. அதுதான் என்னோட ஃபாலோவர்ஸும் சரி, அண்ட் தென் இப்போது நான் எனக்கு வந்துட்டு இருக்கிற ரிவ்யூஸும் சரி, நீங்கள் தமிழே பேசுங்க ப்ரோ, ஏன் மலையாளம் இவ்வளோ கஷ்டப்படுறீங்க அப்படின்னு சொல்லி வருது. தேங்க்யூ இந்த அளவுக்கு அக்செப்ட் பண்ணது. இந்த கேரக்டரு எனக்கு லைஃப் டைமில் ஒரு பெரிய கேரக்டரு, அது நல்லா ரிசீவ் ஆகிருக்கு. ஐம் ஸோ ஹாப்பி ஃபார் தட். எல்லாருக்கும் வணக்கம். நான் விக்னேஷ். ஸோ முரால சிற்றரசுன்னு ஒரு கேரக்டர் பண்ணியிருக்கேன். ஸோ இந்த ஒரு கேரக்டருக்கு நான் எவ்வளோ நாள் வெயிட் பண்ணிட்டு இருந்தேன்னு எனக்கும் தெரியும், என் கூட இருந்தவங்களுக்கும் தெரியும். தேங்க்யூ ஸோ மச் இக்கா, பிகாஸ் எவ்ரி மோமெண்ட் தட் ஐ பிளேட் சிற்றரசு இட் மீன்ஸ் ஸோ மச் டு மீ. அண்ட் அது மட்டும் இல்லாமல் தி பாய்ஸ் எவ்ரி ஒன் ஆர் லைக் எனக்கு என்னோட தம்பிங்க, they are like my own brothers. Like I love every one of them so much, and this team has worked so hard. அது எல்லாருக்கும் தெரியணும்னு நான் நினைக்கிறேன். ஏன்னா யூஸ்வலாக இவ்வளோ ஸ்ட்ரெயினோ இவ்வளோ ஸ்ட்ரெஸ்ஸோ எடுத்து எல்லாரும் பண்ணியிருப்பாங்களான்றது, எவ்ரி ஒன் ஒர்க்ஸ் ஹார்ட், பட் இதில் we worked a little extra. Like we put like this is our last filmன்ற மாதிரி எல்லாருமே லைக் அவ்வளோ ஒரு டெடிகேஷனோட ஒர்க் பண்ணியிருக்கோம். லைக் ஓகே, இதை விட்டா எனக்கு there's nothing else அப்படின்ற ஒரு விஷயத்தில் நாங்கள் அவ்வளோ ஒரு டெடிகேஷன் போட்டிருக்கோம். அண்ட் அது வந்திருக்குன்னு நினைக்கிறவங்க எல்லாரும், பார்த்தவங்க எல்லாருக்கும் தெரியும், பார்க்க போகிறவங்களுக்கும் அது நல்லாவே தெரியும். ஸோ வித் ஆல் ஆர் ப்ரெஸ் ஃப்ரெண்ட்ஸ் பிளெஸிங்ஸ், இது இன்னும் கொஞ்சம் ப்ரொமோட் ஆகட்டும், இன்னும் கொஞ்சம் நிறைய பேர் வந்து தியேட்டரில் பார்க்கட்டும். அண்ட் ஆல்ரெடி படம் சூப்பர் ஹிட்டாக போயிட்டு இருக்கு. இதுக்கு மேலேயும் அடுத்த லெவலுக்கு போக என்னுடைய மனமார்ந்த வேண்டுகோள். அண்ட் தேங்க்யூ ஸோ மச். அண்ட் எல்லாரும் என்ஜாய் பண்ணுங்க. அண்ட் எஸ், சியர்ஸ் டு தி நியூ டீம். ഞാൻ ജെയ്ക്സ് ഏട്ടൻ്റെ പ്രോഗ്രാമറായിരുന്നു, ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ഡയറക്ടറുടെ പ്രോഗ്രാമറായിരുന്നു. ഞാനൊരു 5 വർഷമായിട്ട് ജെയ്ക്സ് ഏട്ടനോടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഫിലിമാണ്, മീൻസ് സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫുള്ളായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫിലിമാണ്. എനിക്ക് ഇനി ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ ഇനിയൊരു പ്രൊജക്റ്റ് അങ്ങനെ ഈ ഒരു ടൈം ഫ്രെയിം കിട്ടുമെന്ന് ഇനി അറിയില്ല. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 8-9 months ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മുറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജനുവരിയിൽ ജോയിൻ ചെയ്തതാണ്. ഇതിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ തൊട്ട് ഇനീഷ്യലി പ്രഷർ വളരെ കുറവായിരുന്നു, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സോങ്സ് ഒക്കെ ആ ടൈമിലാണ് വർക്ക് ചെയ്തത്. പടത്തിൻ്റെ തീംസ് ഒക്കെ അപ്പോഴേ ചെയ്തു. പിന്നെ RR സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഫുൾ ത്രൂ ഔട്ട് മുസുവൊക്കെയും എല്ലാവരും ടീം എല്ലാവരുമായിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ മാത്രം ഒരു റൂമിലിരുന്ന് അങ്ങനെയല്ല. ഗുഡ് ഈവനിങ്. താങ്ക് യു ഓൾ ഓഫ് യു. എന്തായാലും വളരെ സന്തോഷം. കുറച്ച് ലേറ്റായി പോയി, അതിൻ്റെ ടെൻഷനായി പോയി, എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. എങ്കിലും ആദ്യമായിട്ട് എന്നെ എപ്പോഴും കൂടെ കൂട്ടി നിർത്തുന്ന എൻ്റെ ബ്രദർ മുസ്തഫ, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പിന്നെ എന്നെയും അദ്ദേഹത്തെയും വിശ്വസിച്ച ഈ പ്രൊഡക്ഷൻ കമ്പനി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അവർ തന്ന ശക്തി ഇല്ലാതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പുതിയ കുട്ടികളെയൊക്കെ ചേർത്ത് ഇപ്പോഴത്തെ സിനിമാ സാഹചര്യത്തിൽ ഇത് സിനിമ സംഭവിക്കില്ലായിരുന്നു. പിന്നെ സുരാജേട്ടൻ, മാലേച്ചി, അവരുടെയൊക്കെ സപ്പോർട്ട് അത് ഒരിക്കലും മറക്കാൻ കഴിയും. താങ്ക് യു ഓൾ. ആദ്യം തന്നെ പറയാം, എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു നാടകം കാണാൻ വേണ്ടി ഒന്ന് വിഗറസ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്ന സമയമാണ്. ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, തട്ടുകടകളിലും ചായക്കടകളിലും കോളേജിലും ഒക്കെ അവരിങ്ങനെ പരതി നടക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു നാടകം കാണാൻ വരുന്നു. ആ നാടകത്തിൽ ഞാനും കൂടെ അഭിനയിക്കുന്ന ഭഗവാന്റെ മരണം എന്ന് പറയുന്ന നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നാടകം കഴിഞ്ഞപ്പോൾ ഒരു പിള്ളേരെ അന്വേഷിച്ചാണ് വന്നതെങ്കിലും ചിട്ടി വീണത് എനിക്കായിരുന്നു. ആ നാടകം കഴിഞ്ഞിട്ട് 2ാം ദിവസം എന്നെ മുസ്തഖ വിളിക്കുന്നു, ഒന്ന് കാണാൻ വരണമെന്ന് പറയുന്നു. കാണാമെന്ന ഇവർ രണ്ടുപേരും കൂടി, കണ്ണൻചേട്ടനും മുസ്തഖയും കൂടി എന്നോട് ക്യാരക്ടർ പറയുമ്പോൾ ഞാനാദ്യം ഇത് ശരിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുകയാണോ? കാരണം സുരാജേട്ടനൊപ്പം ഒരു ദ്വന്ദ്വം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അനീസ് സുനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് വെച്ച് നീട്ടുമ്പോൾ ഇതിനു മുമ്പ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്.
നമ്മളെ പടം ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാം പുതിയ ആൾക്കാരാണ് നയിക്കുന്നത്, പയ്യന്മാരായാലും പുതിയതാണ്, പുതിയ ടീമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറയാം. താങ്ക് യു പച്ചിക.